നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. മാലിന്യം തള്ളുന്നവർക്ക് പിടിവീഴും. വിജയപുരം പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിലായി 26 ക്യാമറകൾ സ്ഥാപിച്ചു. സ്ഥിരം മാലിന്യം തള്ളുന്ന സ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ. മാങ്ങാനം മക്രോണി പാലത്തിനടുത്ത് തോട്ടിലേക്ക് ശുചിമുറി മാലിന്യം ഉൾപ്പെടെ തള്ളുന്നു. തോടിന് സംരക്ഷണ ഭിത്തിയില്ല. സമീപവാസിയായ വീട്ടമ്മയ്ക്ക് ദുരിതക്കയം. SSLC പരീക്ഷാഫലം മെയ് 8-ന് പ്രസിദ്ധീകരിക്കും. ഹയർ സെക്കൻഡറി ഫലം 9-ന്. പരീക്ഷാഫലം എത്തുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ 11 ദിവസം മുൻപേ. വാർത്തകൾ വിശദമായി. വിജയപുരം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ മാലിന്യം തള്ളുന്നത് തടയാൻ എല്ലാ വാർഡുകളിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. പഞ്ചായത്തിലെ 19 വാർഡുകളിലെ സ്ഥിരം മാലിന്യം തള്ളൽ കേന്ദ്രമായ 26 ഇടങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പൊതു ഇടങ്ങളിലെ മാലിന്യം തള്ളലും ഇതോടൊപ്പം കക്കൂസ് മാലിന്യങ്ങളും അറവുശാല മാലിന്യങ്ങളും ജലസ്രോതസ്സുകൾ അടക്കമുള്ളതിലേക്ക് തള്ളുന്നത് തടയാൻ ലക്ഷ്യമിട്ടാണ് വിജയപുരം പഞ്ചായത്തിലെ എല്ലാ വാർഡുകളും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 4.5 ലക്ഷം രൂപ വിനിയോഗിച്ച് നിരീക്ഷണ ക്യാമറ സംവിധാനം ഏർപ്പെടുത്തിയത്. വിജയപുരം പഞ്ചായത്തിന്റെ 19 വാർഡുകളിലായി 26 നിരീക്ഷണ ക്യാമറകൾ പിടിപ്പിച്ചു. പതിവായി മാലിന്യങ്ങൾ തള്ളുന്ന സ്ഥലങ്ങളിലാണ് ക്യാമറ സ്ഥാപിച്ചത്. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ദേശീയപാത 183-ൽ വടവാതൂർ ഏറാറ്റ് നടഭാഗത്ത് പതിവായി കക്കൂസ് മാലിന്യം തള്ളുന്നതിനാൽ ഇവിടെയും നിരീക്ഷണ ക്യാമറ സംവിധാനം ഏർപ്പെടുത്തിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻകുട്ടി പറഞ്ഞു. 19 വാർഡുള്ള ഈ പഞ്ചായത്തിൽ വിവിധ മേഖലകളിൽ മാലിന്യം സ്ഥിരമായി നിക്ഷേപിക്കുന്ന സ്ഥലങ്ങൾ നോട്ട് ചെയ്തുകൊണ്ട് അവിടെ 26ഓളം ക്യാമറകൾ വിവിധ മേഖലകളിലായിട്ട് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്നത് നമ്മുടെ ദേശീയപാതയിൽ മാതോമ്പടി പ്രദേശത്തായിരുന്നു ആദ്യം ഈ കക്കൂസ് മാലിന്യം തള്ളുക, രാത്രികാലങ്ങളിൽ തള്ളുക. നമ്മളവിടെ ആദ്യം ഒരെണ്ണം നമ്മൾ സ്ഥാപിച്ചു. അപ്പോൾ അവിടെ അതിൻ്റെ ആ പ്രശ്നം ഒഴിവായി. പിന്നെ നമ്മുടെ മണർകാട് പഞ്ചായത്തിൻ്റെയും വിജയപുരം പഞ്ചായത്തിൻ്റെയും അതിർത്തിയിലാണ് ഈ മാലിന്യം തള്ളുന്ന ഒരു സ്ഥിരം പ്രവൃത്തികൾ നടന്നത്. നമ്മളവിടെ ഭരണസമിതി തീരുമാനിച്ചു പുതിയതായിട്ട് ഒരു ക്യാമറ അവിടെ സ്ഥാപിക്കുകയും ഇപ്പോൾ ഒരു 2 മാസമായിട്ട് അവിടെ ഈ മാലിന്യം തള്ളുന്ന ഒരു പ്രവൃത്തി നടക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും അവിടെ 4.5 ലക്ഷം രൂപയോളം മുടക്കിയാണ് ഈ ഒരു പദ്ധതി ഞങ്ങൾ പൂർത്തീകരിച്ചത്. നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഓഫീസിലേക്കും ലഭിക്കും. ഗ്രാമപഞ്ചായത്തിനെ കഴിഞ്ഞ വർഷം ശുചിത്വ ഗ്രാമമായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് എല്ലാ വാർഡുകളിലും പ്ലാസ്റ്റിക് വിമുക്തമാക്കാനും മാലിന്യ നിക്ഷേപം തടയാനുമുള്ള നടപടികളും വിവിധ ഭാഗങ്ങളിൽ മിനി MCFകളും സ്ഥാപിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് VT സോമൻകുട്ടി പറഞ്ഞു. പൊതു ഇടങ്ങളിൽ മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ തുടക്കത്തിൽ ബോധവൽക്കരണവും ആവർത്തിച്ചാൽ കടുത്ത ശിക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു. 2 ലക്ഷം രൂപയോളം പൊതു ഇടങ്ങളിലെ മാലിന്യ നിക്ഷേപം ബന്ധപ്പെട്ട പഞ്ചായത്ത് നിന്ന് പിഴ ഈടാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വീടിനരികിൽ തോട്ടിൽ മാലിന്യം തള്ളുന്നത് മൂലം ദുരിതം അനുഭവിച്ച് ഒരു വീട്ടമ്മ. മാങ്ങാനം മക്രോണി പാലത്തിന് സമീപത്ത് താമസിക്കുന്ന രാജമ്മയാണ് ഈ ഹതഭാഗ്യ. വീടിന് സമീപത്തൂടെ ഒഴുകുന്ന തോട്ടിൽ വർഷങ്ങളായി മാലിന്യം തള്ളുന്നത് മൂലം മാങ്ങാനത്ത് ഒരു വീട്ടമ്മ ദുരിതക്കയത്തിൽ. മാങ്ങാനം മാക്രോണിപ്പാലത്തിനടുത്ത് താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിനി രാജമ്മയ്ക്കാണ് എന്തു ചെയ്യണമെന്നറിയാതെ വലയുന്നത്. മീനച്ചിലാറിന്റെ കൈത്തോട്ടിലാണ് മാലിന്യം തള്ളുന്നത്. ഇവിടെ തോടിന് സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടില്ല. രാജമ്മയുടെ വീടിന്റെ പുറകുവശമാണ് തോടൊഴുകുന്നത്. ഈ ഭാഗത്ത് തോടിന് കരിങ്കൽ ഭിത്തി കെട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മാലിന്യ കൂമ്പാരമാണിവിടം. പോരാത്തതിന് പട്ടിക്കുഞ്ഞുങ്ങളെയും പൂച്ചക്കുഞ്ഞുങ്ങളെയും പലരും കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നതും ഇവിടെയാണ്. ശുചിമുറി മാലിന്യം തള്ളുന്നത് പ്രദേശത്ത് ദുർഗന്ധമുണ്ടാക്കുന്നുണ്ട്. ഉപേക്ഷിക്കപ്പെടുന്ന പട്ടികൾക്കും പൂച്ചകൾക്കും ആഹാരം നൽകുന്നതും രാജമ്മയാണ്. എനിക്ക് ഒരു വരുമാനമല്ല. ഞങ്ങൾക്ക് 8 കിലോ അരിയാണ് കിട്ടുന്നത് ഒരു മാസം. വേറെ ഒന്നും കിട്ടുന്നില്ല. 8 കിലോ അരി മാത്രം കിട്ടും. ആ 8 കിലോ അരി വെച്ച് ഈ കൊണ്ടുവന്ന് കളയുന്ന പട്ടി മൊത്തം ഞാൻ ചോറ് കൊടുക്കണം. ഒരു നിവർത്തിയില്ല മോനെ. ആരെടുത്ത് പറഞ്ഞാലും ഒന്നുമില്ല. പൂച്ചകൾ ചാക്കല കെട്ടി കളയും. പട്ടികൾ കൊണ്ടുവന്ന് ചാക്കല കെട്ടി കൊണ്ടുവന്ന് ഇവിടെ കളഞ്ഞേച്ച് പോകും. കക്കൂസ് മാലിന്യം കളയും. ഇതേ വേസ്റ്റ്, ഞാൻ കള്ളം പറയുന്നില്ല മോനെ, വേസ്റ്റ് ഇതേ ഇവിടെ കൊണ്ടുവന്ന് കളയും. അവിടെ പിന്നെ പെരുക്കി ഇട്ടേച്ച് ഞാൻ ജൂലി സാറെടുത്ത് പറയും, സാർ ഇങ്ങനെ കൊണ്ടുവന്ന് വേസ്റ്റ് കളയുവാന്ന് പറയും. അങ്ങനെ ഒരു ശല്യം ചെയ്തുകൊണ്ടിരിക്കും മോനെ. അവർ എന്നാ ഓർത്ത് എനിക്ക് ചെയ്ത് ഞാൻ അനേക നാട്ടുകാരും ചെയ്യുന്നുണ്ട്, എനിക്ക് അറിയത്തില്ല. കോട്ടയം നഗരസഭയുടെ 17-ാം വാർഡിലാണ് ഈ പ്രദേശം. പശുവിനെ വളർത്തിയാണ് ഇവർ കഴിയുന്നത്. ഇവയ്ക്കായി നല്ലൊരു പശുത്തൊഴുത്ത് പോലുമില്ല. സഹായത്തിനായി വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവരോട് അഭ്യർത്ഥിച്ചെങ്കിലും ആരും തന്റെ ദുരവസ്ഥ കാണുന്നില്ലെന്ന് രാജമ്മ പറയുന്നു. 24 വർഷത്തിലധികമായി ഈ തോട്ടിലേക്ക് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നു. അധികൃതർ കണ്ണു തുറന്ന് ഈ കാഴ്ച കാണണമെന്നാണ് രാജമ്മയുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. SSLC പരീക്ഷാഫലം മെയ് 8-ന് പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലം മെയ് 9-നും പ്രഖ്യാപിക്കും. കഴിഞ്ഞ വർഷത്തേക്കാൾ 11 ദിവസം മുൻപാണ് ഇത്തവണ ഫലപ്രഖ്യാപനം നടത്തുന്നത്.
ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ അപ്രതീക്ഷിത തിരിച്ചടി. വിമാനത്താവളത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള സർക്കാർ വിജ്ഞാപനം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതിയുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള സർക്കാർ വിജ്ഞാപനം ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്തു. അയന ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. സാമൂഹ്യാഘാത പഠനം നടത്തിയാലും ഭൂമിയുടെ ഉടമസ്ഥാവകാശം നിർണയിച്ചത് ചട്ടവിരുദ്ധമാണെന്ന വാദം പരിഗണിച്ചാണ് സ്റ്റേ ഉത്തരവുണ്ടായത്. ബിലീവേഴ്സ് ചർച്ചിന് കീഴിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റിലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്ക് എന്നതിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ സ്ഥലം സർക്കാരിന്റെ ഉടമസ്ഥാവകാശമുള്ള ഭൂമി എന്ന പേരിലാണ് വിജ്ഞാപനമെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. സാമൂഹിക ആഘാത പഠനം നടത്തിയത് സർക്കാരിന്റെ കീഴിലുള്ള ഏജൻസിയായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണെന്നും ഈ നടപടി കേന്ദ്ര സംസ്ഥാന ചട്ടങ്ങൾക്ക് വിരുദ്ധമാണിതെന്നും ഹർജിക്കാർ പറയുന്നു. ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് 441 കൈവശക്കാരുടെ 1000.28 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനാണ് കഴിഞ്ഞ മാർച്ചിൽ സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നത്. പദ്ധതിക്കായുള്ള ഭൂമി ഏറ്റെടുപ്പ് 285 വീടുകളെയും 358 ഭൂവുടമകളെയുമാണ് നേരിട്ട് ബാധിക്കുന്നത് എന്നാണ് പാരിസ്ഥിതികാഘാത പഠനം പറയുന്നത്. കൂടാതെ ചെറുവള്ളി എസ്റ്റേറ്റിലെ വിവിധ ഭാഗങ്ങളിലെ ലയങ്ങളിൽ താമസിക്കുന്ന 221 കുടുംബങ്ങളെ കൂടി ഒഴിപ്പിക്കേണ്ടി വരും. ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രത്യാഘാത പഠന റിപ്പോർട്ടിൽ മേലുള്ള വിദഗ്ധ സമിതി വിലയിരുത്തൽ റിപ്പോർട്ടും ഇതിൽമേലുള്ള റവന്യൂ വകുപ്പിന്റെ ഉത്തരവും പ്രസിദ്ധീകരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. നൂറുകണക്കിന് പന്തുകളി പ്രേമികളെ ആവേശത്തിലാഴ്ത്തി മീനിടത്തിന് മിന്നും വിജയം. വെള്ളൂരിൽ നടന്ന നാടൻ പന്തുകളി മത്സരത്തിലാണ് പുതുപ്പള്ളിയെ തോൽപ്പിച്ച് മീനിടം ജേതാക്കളായത്. നൂറുകണക്കിന് പന്തുകളി പ്രേമികളെ ആവേശത്തിന്റെ അതിർത്തിയിൽ നിർത്തി എണ്ണം പറഞ്ഞ് കൈകൊണ്ട് പന്ത് വെട്ടി കാൽ കൊണ്ടടിച്ച് മീനിടത്തിന് മിന്നും വിജയം. നേറ്റീവ് ബോൾ ഫ്രണ്ട്സും കേരള നേറ്റീവ് ബോൾ ഫെഡറേഷനും സംയുക്തമായി വെള്ളൂർ PTM സ്കൂൾ മൈതാനിയിൽ നടത്തിയ അഖില കേരള നാടൻ പന്തുകളി മത്സരത്തിന്റെ കലാശ പോരാട്ടത്തിലാണ് പുതുപ്പള്ളിയെ തോൽപ്പിച്ച് മീനിടം ജേതാക്കളായത്. ആദ്യവരയിലെ അവസാന കളിക്കാർ സഞ്ജു മനോഹരമായി വെട്ടുമുതലേ ആറാമത് കളിക്കാരൻ അനന്തു അതിമനോഹരമായി വെട്ടിമുതലേ വിപിൻ ഉയർത്തിയടിച്ച പന്ത്. ജേതാക്കൾക്ക് പാമ്പാടി CI B സുവർണകുമാർ ട്രോഫി വിതരണം ചെയ്തു. 50,000 രൂപയും മീനിടത്തിന് ലഭിച്ചു. മികച്ച കളിക്കാരനായി എൽദോ മീനിടത്തെ തിരഞ്ഞെടുത്തു. നൂറുകണക്കിന് നാടൻ പന്തുകളി പ്രേമികളും മീനിടത്തിന്റെ വിജയത്തെ ആവേശത്തോടെ ഏറ്റെടുത്തു. ന്യൂസ് ബ്യൂറോ, മണർകാട്. അനുവദനീയമായതിലും കൂടുതൽ ലോഡുമായി പോകുന്ന വാഹനങ്ങൾ ഗതാഗത കുരുക്കിന് കാരണമാകുന്നു. പാലാ വലിയ പാലത്തിന് അടിയിൽ കൂടി ടൺ കണക്കിന് ഭാരവുമായി എത്തുന്ന വാഹനങ്ങളാണ് പാലത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. പാലാ വലിയ പാലത്തിന് അടിയിൽ കൂടി അനുവദനീയമായതിലും കൂടുതൽ ഉയരത്തിൽ ലോഡുമായി എത്തുന്ന വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിന് ഇടയാക്കുന്നു. നിരവധി തവണ വാഹനങ്ങൾ പാലത്തിനടിയിൽ കുരുങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അമിത ലോഡുമായി അന്യസംസ്ഥാനത്ത് നിന്നെത്തിയ ലോറിക്ക് പാലത്തിനടിയിലൂടെ കടക്കാൻ കഴിയാതിരുന്നത് ഗതാഗതക്കുരുക്കിന് ഇടയാക്കി. പാലത്തിനടിയിലൂടെ കടന്നു പോകാവുന്ന വാഹനങ്ങളുടെ നിശ്ചിത ഉയരം മുന്നറിയിപ്പായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഡ്രൈവർമാർ മുന്നറിയിപ്പ് അവഗണിക്കുന്നതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നത്. മുന്നറിയിപ്പിനായി വെച്ചിരിക്കുന്ന ഇരുമ്പ് പൈപ്പിന്റെ അടിയിലൂടെ ഭാരവണ്ടികൾ കടന്നു പോവുകയും വലിയ പാലത്തിന് അടിഭാഗത്തെത്തുമ്പോൾ വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാതെ വരികയുമാണ് ചെയ്യുന്നത്. പാലത്തിന് കീഴിലെ തടസ്സത്തെക്കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പ് നൽകണമെന്ന ആവശ്യം ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വലിയ ഭാരവണ്ടി പാലത്തിൽ തട്ടുകയും വാഹനത്തിന്റെ ചില്ലുകൾ പൊട്ടി ഡ്രൈവറുടെ ദേഹത്ത് വീഴുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾ ഉൾപ്പെടുന്ന ലയൺസ് ഡിസ്ട്രിക്ട് ബിയുടെ ആനുവൽ ഡിസ്ട്രിക്ട് കൺവെൻഷനും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും മെയ് 5 നടക്കും. രാവിലെ 8:30 മാമൻ മാപ്പിള ഹാളിലാണ് കൺവെൻഷൻ. 120 ക്ലബ്ബുകളിൽ നിന്നായി 2000 പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസ്ട്രിക്ട് ഗവർണർ ബിനോ ഐക്കോശി
ആർ വെങ്കടാചലം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ 5 ലൈൻ സിസ്റ്റം, അതിൽ കോട്ടയം, പത്തനംതിട്ട, ആലപ്പി താലൂക്കുകൾ ചേർന്നിരിക്കുന്ന ജില്ലയിലെ 120ഓളം ക്ലബ്ബുകൾ ചേരുന്ന ലൈൻ സിസ്റ്റം 318B എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിന്റെ 20ാമത്തെ വാർഷിക സമ്മേളനമാണ് ഈ 5-ാം തീയതി നടക്കുന്നത്. മെയ് 5-ാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം വരെ കോട്ടയത്തെ മാമാട്ട ഹാളിൽ ആണ് ഈ വാർഷിക സമ്മേളനം നടക്കുന്നത്. അറിയിപ്പ്. കോട്ടയം LBSന്റെ പാമ്പാടി ഉപകേന്ദ്രത്തിൽ ആരംഭിക്കുന്ന 4 മാസം ദൈർഘ്യമുള്ള ഡേറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC. വിശദവിവരത്തിന് ഫോൺ 048125059000. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഏറ്റുമാനൂർ ഉപകേന്ദ്രത്തിൽ മെയ് 8-ന് ആരംഭിക്കുന്ന കേരള സർക്കാർ അംഗീകൃത DCFA ടാലി കോഴ്സുകളിലേക്ക് അപേക്ഷ നൽകാം. യോഗ്യത +2. അപേക്ഷ ഓൺലൈനായി മെയ് 7 വരെ നൽകാം. വിവരങ്ങൾക്ക് ഫോൺ 9497818264. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാലിന്യം തള്ളുന്നവർക്ക് പിടിവീഴും. വിജയപുരം പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിലായി 26 ക്യാമറകൾ സ്ഥാപിച്ചു. സ്ഥിരം മാലിന്യം തള്ളുന്ന സ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ. മാങ്ങാനം മക്രോണി പാലത്തിനടുത്ത് തോട്ടിലേക്ക് ശുചിമുറി മാലിന്യം ഉൾപ്പെടെ തള്ളുന്നു. തോടിന് സംരക്ഷണ ഭിത്തിയില്ല. സമീപവാസിയായ വീട്ടമ്മയ്ക്ക് ദുരിതക്കയം. SSLC പരീക്ഷാഫലം മെയ് 8-ന് പ്രസിദ്ധീകരിക്കും. ഹയർ സെക്കൻഡറി ഫലം 9-ന്. പരീക്ഷാഫലം എത്തുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ 11 ദിവസം മുൻപേ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.